ജനിച്ച ആശുപത്രിയിൽ പിന്നീട് ഡോക്ടറായും നഴ്സായും ഒക്കെ ജോലി നേടിയവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ജനിച്ച ബോട്ടിൽ തന്നെ ജോലി ലഭിച്ച ഒരു അപൂർവ കഥയുണ്ട് ആലപ്പുഴയിൽ. നമ്മുടെ വെങ്കടേഷിനാണ് ആ കഥ പറയാനുള്ളത്. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ സർക്കാർ ബോട്ടിൽ ജനിച്ചു വീണ വെങ്കടേഷ് കഴിഞ്ഞ ദിവസം അതേ ബോട്ടിൽ ജോലിക്കാരനായി ചുമതലയേറ്റു. ജൂൺ 3 പെരുമ്പളത്തെ ബാബുവിൻ്റെ മനസ്സിൽ ആ ദിവസം ഇന്നും മായാതെ കിടപ്പുണ്ട്. പ്രസവവേദനയിൽ അലറി വിളിച്ച ഭാര്യ ശൈലയെ പുലർച്ചെയോടെ A47 എന്ന സർക്കാർ ബോട്ടിൽ കയറ്റി. എറണാകുളം സർക്കാർ ആശുപത്രിയായിരുന്നു ലക്ഷ്യം. ആശുപത്രി എത്തും മുമ്പ് ബോട്ടിൽ വെച്ച് തന്നെ ശൈല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. പിന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇന്ന് വലുതായതിൻ്റെ ശേഷം ഇവൻ ബോട്ടിനോടാണ് കൂടുതലും അടുപ്പം. ബോട്ട് സ്വയം മരം കൊണ്ടൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴും എനിക്ക് ബോട്ടിൽ ജോലി കിട്ടണം. അപ്പോൾ അന്ന് ഒരു കോവിഡ് സമയത്ത് ഒരു ബോട്ടുണ്ടാക്കി. അന്ന് ഇതുപോലെ ചേർത്തലേന്ന് വന്ന് അപ്പോൾ അവരോടും പറയണ്ടായി, ഞാൻ ജനിച്ച ബോട്ടിൽ എനിക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ്. 29 വർഷങ്ങൾക്ക് ശേഷം ആഗ്രഹം പൂവണിഞ്ഞു. ജനിച്ചു വീണ ബോട്ടിൽ വെങ്കടേഷ് ജോലിക്കാരനായി. ഭാഗമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനു മുമ്പ് ഞാൻ വാട്ടർ ട്രാൻസ്പോർട്ടിൽ തന്നെ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് എനിക്ക് ഈ ബോട്ട് ഇപ്പോഴും ഉണ്ടെന്നുള്ളൊരു ഇതിലോട്ട് എത്തിയത്. അതിൻ്റെ റിപ്പയറിന് വേണ്ടി ഞാൻ ആലപ്പുഴയിൽ വന്ന സമയത്താണ് ഈ ബോട്ട് അവിടെ ഉള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ അപ്പോഴും ഇത് വെള്ളത്തിൽ മുക്കി ഇട്ടേക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കണ്ട്. അപ്പോൾ ഇത് ഇനിയെടുത്തത് പണിത് ഓടിക്കാൻ പാകത്തിനാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ല. പക്ഷേ അത് എന്തോ എനിക്ക് വേണ്ടി രണ്ടാമത് പുതുക്കി പണിത രീതിയിലായിപ്പോയി. അല്ല, ജോലി ഉറപ്പായെന്ന് കണ്ടപ്പോൾ ഇതറിയാവുന്ന പലരും പറഞ്ഞ്, എന്നാൽ നിനക്ക് ആദ്യത്തെ ജോലി അതിൽ തന്നെ വേണമെന്നുള്ളൊരിതുണ്ടല്ലോ, അതെന്തായാലും നമുക്ക് ശ്രമിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. സുഹൃത്തുക്കളുടെ ശ്രമം ഫലം കണ്ടു. A47 ബോട്ട് വീണ്ടും നീരണിഞ്ഞു. ലാസ്കറായാണ് വെങ്കടേഷ് ചുമതലയേറ്റത്. കൊച്ചി മെട്രോയിലെ താൽക്കാലിക ജോലിയിൽ നിന്നാണ് സർക്കാർ ബോട്ടിലേക്ക് PSC വഴിയുള്ള കൂടുമാറ്റം. ആദ്യ യാത്രയിൽ മാതാപിതാക്കളും ഭാര്യയുമടക്കം വെങ്കടേഷിനൊപ്പമുണ്ടായിരുന്നു. ആലപ്പുഴ. എന്തായാലും ഒരു സ്ട്രേഞ്ചായ അനുഭവമാണ്. ഒരു ബോട്ടിൽ ജനിച്ചു വീഴുക, പിന്നീട് അതേ ബോട്ടിൽ തന്നെ ജീവനക്കാരനായി മാറുക. ഇത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.